ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ agrowgreen എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പെന്നിവർത്തിനെ കുറിച്ചാണ് പറയുന്നത്. പെന്നിവർട്ട് എന്ന് പറയുന്ന ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ചെടിയായിരിക്കും. നല്ല മനോഹരമായ ഇലകൾ കൊണ്ട് നമ്മൾ ആരും നോക്കി നിന്ന് പോകുന്ന ഒരു ചെടി തന്നെയാണ് ഈ പെന്നിവർട്ട്. അപ്പോൾ ഇത് ഒരു അക്വാ ചെടിയാണ് എന്നറിയാമല്ലോ. വെള്ളത്തിലും വളരും, അല്ലാതെ നമുക്ക് മണ്ണിലും വെച്ച് വളർത്താവുന്ന ഒരു ചെടിയാണ് ഈ പെന്നിവർട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂണിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇത് ഒത്തിരി വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാത്ത രൂപത്തിൽ വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഒന്നും നോക്കേണ്ട കാര്യമില്ല, നല്ലതുപോലെ അങ്ങ് വെട്ടിക്കളയുക. ആദ്യം നമുക്ക് വിഷമം ഉണ്ടാവും, ഇത്രയൊക്കെ വളർത്തിയിട്ട് വെട്ടിക്കളയുമ്പോൾ ഒട്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഞാനിത് 3-4 പ്രാവശ്യമായി ഇതിങ്ങനെ വെട്ടിക്കളയുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ അടിഭാഗം വെച്ച് നല്ല രീതിയിൽ തന്നെ വെട്ടിക്കളയണം. നമുക്കിത് ഇൻഡോറിലും വളർത്താം, നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഞാനിത് ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാം ഉപയോഗശൂന്യമായ 2-3 പാത്രത്തിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല കുറച്ച് ഡബ്ബ് വാങ്ങി അത് വെക്കണമെന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ പ്രൂൺ ചെയ്ത് നമ്മൾ കളയുക. അതിനുശേഷം കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകും. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ട്, നല്ല രീതിയിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പെന്നിവർട്ട്. അപ്പം ആദ്യം കുറച്ച് ദിവസത്തേക്ക് ഒരു അഭംഗി തോന്നാം. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ഇലകൾ വന്നു തുടങ്ങും. വളരെ പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലാവും. ഇത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗിയില്ലാതെ വരും. അതിന് മുമ്പ് നമുക്കിത് വെട്ടിക്കളഞ്ഞണ്ട. ഇതിപ്പോൾ ഒരാഴ്ച ആയില്ല, അതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ ഇലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് ഒത്തിരി ചട്ടികളിൽ നിരത്തി വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഈ പെന്നിവർട്ട് കാണാൻ. ഇത് ഒത്തിരി പേര് ഇത് സംശയിക്കുന്നുണ്ട്, ഇത് ഈ വയലിലൊക്കെ നിൽക്കുന്ന സാധനമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വരുന്നവരൊക്കെ. അറിയാത്തത് കൊണ്ടാണ് അവർക്ക്. അതേ ഇലയുടെ ഷേപ്പാണ്. ഇത് അക്വേറിയത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല ഒരു ചെടിയാണ് ഈ പെന്നിവർട്ട്. നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചാൽ നല്ല മനോഹരമായിരിക്കും കാണാൻ. അപ്പോൾ ഇതിന് വേറെ പരിചരണങ്ങളൊന്നും തന്നെ വേണ്ട. കുറച്ച് മണ്ണിടുക, ചാണകപ്പൊടി ഇടുക, മിക്സ് ചെയ്ത് അതിൽ വെള്ളം നട്ടതിന് ശേഷം ഈ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പോകാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു 1.5 ആഴ്ച ആയപ്പോഴുള്ള വളർച്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ പെന്നിവർട്ട് ഇങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മനോഹരമായിരിക്കും. ഇനി ഇത് വളർന്നു വരുമ്പോൾ നല്ല മനോഹരമായിരിക്കും ഈ പെന്നിവർട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇതാ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഉള്ള 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ വളർന്ന് മനോഹരമായിരിക്കുന്നു. അപ്പോൾ പെന്നിവർട്ട് നമുക്ക് എല്ലാവരുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കാൻ നല്ല മനോഹരമായ ഒരു ചെടി തന്നെയാണ് ഈ പെന്നിവർട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.